ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എബോവ് 50,000. ഒരു ടോപ്പ് 5 സ്മാർട്ട് ഫോൺ എബോവ് 50,000 നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന, ഇപ്പോൾ കറൻ്റ്ലി വാങ്ങിക്കാൻ പറ്റുന്ന ഫോണുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതും ഫോണുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ ആക്ച്വലി നമുക്ക് നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ വേണമെങ്കിൽ കൊടുക്കാട്ടോ. ഇതിൽ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് നമ്മുടെ ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് എബോവ് 50,000 ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് പേര് ഇപ്പോൾ ആമസോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേര് ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഇതിൽ ആദ്യത്തെ ഫോൺ തന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ OnePlus 12 ആണ്. നിങ്ങൾക്ക് ആക്ച്വലി OnePlus 12 നിങ്ങൾക്ക് ഓഫർ അടക്കം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 60,000 താഴെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ആക്ച്വലി സാംസങ്ങിൻ്റെ S24 നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 57-58 ആ റേഞ്ചിലൊക്കെ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് ഫോണുകൾ ബെസ്റ്റ് ഫോൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ കാറ്റഗറിയിൽ വരുമ്പോൾ. അതിപ്പോൾ നമ്മൾ ഓൾറെഡി ടോപ്പ് 1-2 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് 2 ഫോണുകൾ ഇതിൽ വേറെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഈ ടോപ്പ് 5 അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ 2 ഫോണുകൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ചില പേർക്ക് ചില ബ്രാൻഡുകളോട് ഇഷ്ടം സംഭവം ഉണ്ടായിരിക്കില്ല, അതനുസരിച്ചാണ് നമ്മൾ കയറ്റിയത്. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ 5 കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം. അപ്പോൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് S23 തന്നെയാണ്. S23 നമുക്കിപ്പോൾ 256 GB 53-54 രൂപയ്ക്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന മാസമാണെന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാം. ഈ കാറ്റഗറി അല്ലെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. എന്താ വെച്ചാൽ അത്രയും ബെനിഫിറ്റ് നമുക്ക് സാധനം തരുന്നുണ്ട്. നാലാമത്തെ എന്ന് പറയുന്നതാണ് iPhone 15. ഞാൻ ഉപയോഗിക്കുന്നുണ്ട് iPhone 15 256 GB. പക്ഷേ നിങ്ങൾക്ക് ഈ റേഞ്ചിൽ 128 GB ആണ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 68-67 ആ റേഞ്ചിലൊക്കെ കിട്ടുക. അപ്പോൾ ടോപ്പ് 4 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 5th ആണ് നമ്മുടെ iQ12 നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50 രൂപയ്ക്കൊക്കെ നമുക്കിപ്പോൾ 256 GB വേരിയന്റ്, അതായത് 12 GB 256 GB വേരിയന്റ് ഇപ്പോൾ നമുക്ക് ആക്ച്വലി ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ പ്രൈസ് കാണുന്നുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ ഹൈ പെർഫോമൻസ് ഫോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ iQയുടെ ഫോണുകൾ നല്ലതാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ് നമ്മുടെ Xiaomi 14ന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൈസ് ചെക്ക് ചെയ്യട്ടെ. ഓൾമോസ്റ്റ് നമുക്കൊരു 60 റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നെ കുറേ പേർക്കൊന്നും ഷവോമിയുടെ ഈ ആഡ് ഇഷ്യൂ അതുപോലെ തന്നെ അവരുടെ യൂസർ ഇന്റർഫേസ് ഇഷ്ടമുണ്ടാവില്ല അങ്ങനത്തെ. അതുകൊണ്ടാണ് നമ്മളത് ഫാൻ ബേസ്ഡ് ആയതുകൊണ്ട്, ഫാൻ എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇതുപോലെ തന്നെ നമുക്ക് ബ്രാൻഡ് പ്രയോറിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് സെപ്പറേറ്റ് ടോപ്പ് 5 അല്ലാത്ത പ്ലസ് 2 കൂടി കയറ്റിയത്. അതിൽ ലാസ്റ്റത്തെയാണ് iPhone 14 പ്ലസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഓൾമോസ്റ്റ് ഒരു 57-58 രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതും ആ പ്രൈസ് റേഞ്ചിൽ നല്ല സാധനമാണ്. പ്രത്യേകിച്ച് പ്ലസ് വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ സ്ക്രീനും വലുതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ബെനിഫിറ്റ് ആണ് ചിലവർക്ക്, എല്ലാവർക്കും ഇല്ല, ചിലവർക്ക്. അപ്പോൾ ഈ 5 ഫോൺ +2 ആണ് നമ്മൾ ആക്ച്വലി ഇപ്പോഴത്തെ ടൈമിൽ നിങ്ങൾക്കറിയായിരിക്കും 2-3 ദിവസം മുമ്പ് തന്നെ നമുക്ക് ഈ സാംസങ് S23 ലിസ്റ്റിൽ കയറ്റാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അതിന് പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പ്രൈസ് കുറച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ആദ്യം ഓഫർ ടൈമിൽ പോയിട്ടുണ്ട്. അപ്പോൾ ബെസ്റ്റ് ടൈം തന്നെ വേണമെങ്കിൽ പറയാം. സാംസങ് S23 എടുക്കാൻ നോക്കുന്നുണ്ടവർക്ക് ബെസ്റ്റ് ടൈം എന്ന് പറയാം. സാംസങ് S24 നമുക്ക് ആക്ച്വലി ആമസോണിൽ 58-57 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എടുക്കുക. രണ്ടും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പ്രൊസസർ വൈസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ പ്രൊസസറിലേക്ക് പോകേണ്ടി വരും. പക്ഷേ പണ്ടത്തെ എക്സിനോസ് പോലത്തെ അല്ല കേട്ടോ. പുതിയ നമ്മുടെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന എക്സിനോസ് പണ്ടത്തെ അത്ര മോശമൊന്നുമല്ല. പക്ഷേ ക്യാമറ പെർഫോമൻസും അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. ചെറുതായിട്ട് S24 കൂടുതലാണ്. ബാറ്ററി ബാക്കപ്പ് ആയിക്കോട്ടെ, ക്യാമറ പെർഫോമൻസ് ആയിക്കോട്ടെ, ചെറുതായിട്ട് S24 കൂടുതലാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 5,000-6,000 രൂപ പ്രൈസ് ഡിഫറൻസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അത് വേണമെന്ന് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ നമ്മുടെ 2 മെയിൻ ചാനൽസും പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളിലേക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോർ അടിച്ചാൽ മതി. ബൈ.